ഹായ്, ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോഴിമുട്ടക്കറിൻ്റെ റെസിപ്പി കണ്ടാലോ. പാനിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഈ പാനിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ഓയിലും ചേർത്ത് കൊടുക്കട്ടെ. ഇതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ, 4 ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കട്ടെ. അരപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഈ ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാനിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കട്ടെ. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി ഫ്രൈ ചെയ്ത് വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയേ. ട്രൈ ചെയ്ത് നോക്കണേ.